ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്കുലർ വാക്കുകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളി. സുബ്രഹ്മണ്യൻ സ്വാമി ഉൾപ്പെടെ ബിജെപി നേതാക്കൾ സമർപ്പിച്ച ഹർജികളാണ് തള്ളിയത്. മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാനമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 1976 പാസാക്കിയ 42ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. ഭേദഗതിക്കുള്ള പാർലമെന്റിന്റെ അധികാരം ആമുഖത്തിനും ബാധകമാണെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് എന്തിനാണ് ഇപ്പോൾ പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ബി.ജെ.പി. നേതാക്കളായ മുൻ രാജ്യസഭാംഗം സുബ്രഹ്മണ്യൻ സ്വാമി, അശ്വിനി കുമാർ ഉപാധ്യായ, ബൽറാം സിംഗ് എന്നിവർ നൽകിയ ഹർജികളാണ് തള്ളിയത്. 1976 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി എടുത്തതെന്നും വേണ്ടത്ര ചർച്ചകൾ നടന്നില്ലെന്നുമായിരുന്നു ഹർജിയിലെ വാദം. സോഷ്യലിസം, സെക്യുലർ എന്നീ വാക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ സാഹചര്യത്തിലാണ് അർത്ഥമാക്കുന്നത്. ഇവിടുത്തെ സാഹചര്യത്തിൽ സോഷ്യലിസം എന്നത് ഒരു ക്ഷേമരാഷ്ട്രം എന്നാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മതേതരത്വം എന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളുടെ ഭാഗമാണെന്ന് നേരത്തെയും വ്യക്തമാക്കിയതായും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിഷയം വിശാല ബെഞ്ചിന് വിടണമെന്ന ഹർജിക്കാരുടെ ആവശ്യവും നേരത്തെ ബെഞ്ച് നിരസിച്ചിരുന്നു. ഭരണഘടനയിൽ നിന്നും സോഷ്യലിസം, മതനിരപേക്ഷം എന്നിവ നീക്കം ചെയ്യാനുള്ള ശ്രമം ബി.ജെ.പി. നിരവധി തവണകളായി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകിയത്. നാളെ ഭരണഘടനയുടെ 75ാം വാർഷികം നടക്കാനിരിക്കെയാണ് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിർണായകമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. കൈരളി ന്യൂസ്, ദില്ലി.